തൃശൂർ മത്സരിക്കാൻ കെ മുരളീധരന് താൽപര്യക്കുറവെന്ന സൂചന. വടകര തന്നെ മത്സരിക്കണമെന്ന മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. വടകര തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മറ്റന്നാൾ നടക്കാനിരിക്കെയുള്ള സ്ഥാനാർത്ഥിത്വ മാറ്റം അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് മുരളീധരൻ. പ്രഖ്യാപനം വരും വരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞിരിക്കുന്നു. ദീപക് മലമയുണ്ട് വിവരങ്ങളുമായി. ഒപ്പം നോബിൾ മാരിക്കാരൻ ഡൽഹിയിൽ നിന്ന്. ദീപകിലേക്ക് ആദ്യം പോകാം. ദീപക്, എന്താണ് കെ മുരളീധരൻ പറഞ്ഞത്? മുരളീധരൻ തൃശ്ശൂരിൽ വരുന്നു, പത്മജയ്ക്ക് മറുപടിയാകുന്നു എന്നൊക്കെയുള്ള സൂചനകൾക്കിടെയാണ് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന വാർത്ത വരുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കൃത്യം വാചകങ്ങൾ? സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള വിവരങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ നമ്മൾ കെ മുരളീധരന്റെ വസതിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എല്ലാ വിഷയത്തിലും ഇത്തരത്തിൽ രാവിലെ തന്നെ പ്രതികരണവുമായി എത്തുന്ന കെ മുരളീധരൻ പക്ഷേ ഇന്ന് ദൂതൻ വഴി അറിയിച്ചത് ഈ ഒരു സമയത്ത് പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ്. ഇന്നലെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വിവരം വന്ന ഘട്ടത്തിൽ പോലും കൃത്യമായ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിട്ടുള്ള കെ മുരളീധരൻ പക്ഷേ ഇന്ന് പറയുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രഖ്യാപനം വരട്ടെ, ആ വന്ന ശേഷം മാത്രം പ്രതികരിക്കാമെന്നുള്ള നിലപാട് അറിയിക്കുന്നു. പക്ഷേ അദ്ദേഹം വീടിന് പുറത്തേക്ക് വരാൻ പോലും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ചില കോൺഗ്രസ് പ്രവർത്തകർ വരെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ കൃത്യമായി തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരൻ അതൃപ്തിയിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വരുന്ന 10-ാം തീയതിയാണ് വടകര മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കൺവെൻഷൻ ഉൾപ്പെടെ തീരുമാനിച്ചിരുന്നത്. പലയിടങ്ങളിലും ചുവരെഴുത്തുകൾ നടത്തുകയും അത്തരത്തിലുള്ള പ്രചാരണ പരിപാടിയിലേക്ക് കെ മുരളീധരൻ കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്ന് വടകര വെച്ച് മാറി പിന്നീട് തൃശ്ശൂരേക്ക് പോകാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നുള്ള പശ്ചാത്തലത്തിൽ ആ ഒരു കൂടിയാലോചനകൾക്കൊക്കെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിൽ കടുത്ത അതൃപ്തിയിലേക്ക് കെ മുരളീധരൻ പോകുന്നു. നേതൃത്വത്തെ ഇക്കാര്യത്തിൽ തനിക്ക് വടകര തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ള നിലപാട് അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ മുരളീധരൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. പക്ഷേ പതിവ് രീതി അനുസരിച്ച് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ കൃത്യമായ ധാരണ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ നൽകാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ഇല്ല. ഇവിടെ നിന്ന് അല്പസമയത്തിനകം ഇറങ്ങും എന്നുള്ള വിശദീകരണം മാത്രമാണ്. അത് കഴിഞ്ഞ് ഇന്നത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന മുറയ്ക്ക് മാത്രം മാധ്യമങ്ങളെ കാണാമെന്നുള്ള നിലപാട് കെ മുരളീധരൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്തായാലും തൃശ്ശൂരിലേക്ക്, കരുണാകരന്റെ സ്വന്തം തട്ടകത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ മാറാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സമയം നമുക്ക് അനുമാനിക്കാനും കഴിയുന്നത്.